മെയ് 1 മുതൽ ATM നിരക്കുകളിൽ പ്രധാന മാറ്റങ്ങളുണ്ട്. ATMിൽ നിന്ന് പരിധി കഴിഞ്ഞ് പണം പിൻവലിക്കുന്നതിന് ഇനി അധിക നിരക്ക് വർധന ബാധകമാകും. മെട്രോ നഗരങ്ങൾ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 3 സൗജന്യ ഇടപാടുകൾ മാത്രമാണ് ഇനി നടത്താനാകുക. മെട്രോ ഇതര നഗരങ്ങളിൽ പ്രതിമാസം 5 സൗജന്യ ഇടപാടുകൾ ലഭ്യമാണ്. പരിധി കഴിഞ്ഞുള്ള ഇടപാടുകൾക്കാണ് അധിക നിരക്ക് വർധന ബാധകമാകുന്നത്. ATMകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിവരുന്ന അധിക ചാർജുകൾ ചൂണ്ടിക്കാട്ടി അടുത്തിടെ ബാങ്കുകൾ RBIയോട് നിരക്ക് വർധന ആവശ്യപ്പെട്ടിരുന്നു. മറ്റു ബാങ്കുകളുടെ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതിനും ബാങ്കുകൾ അധിക ഫീസ് ആവശ്യപ്പെടുന്നുണ്ട്. എത്ര രൂപയാണ് അധികം നൽകേണ്ടി വരിക? 2025 മെയ് മുതൽ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ഇതനുസരിച്ച് ATMിൽ നിന്ന് സൗജന്യമായി പണം പിൻവലിക്കുന്നതിനുള്ള പരിധി കവിഞ്ഞാൽ ഉപഭോക്താക്കൾ ഓരോ ഇടപാടിനും 2 രൂപയാണ് ഇനി അധികം നൽകേണ്ടി വരിക. സൗജന്യ പ്രതിമാസ പരിധി കവിഞ്ഞാൽ ATMകൾ ഓരോ ഇടപാടിനും 21 രൂപയ്ക്ക് പകരം ഇനി 23 രൂപ വീതമാണ് ഈടാക്കുക. GST അധികം നൽകേണ്ടതായി വരും. സൗജന്യ ATM ഇടപാടുകളുടെ എണ്ണത്തിൽ നഗരപരിധിയിൽ വ്യത്യാസമുണ്ട്. സംസ്ഥാനങ്ങൾക്കും ബാങ്കുകൾക്കും അനുസരിച്ച് തുകയിൽ വ്യത്യാസമുണ്ട്. മെട്രോ നഗരങ്ങളിൽ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വന്തം ബാങ്ക് ATMകളിൽ പ്രതിമാസം 5 സൗജന്യ ATM ഇടപാടുകളാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. മറ്റു പ്രദേശങ്ങളിൽ ബാങ്കുകളുടെ ATMകളിൽ സാധാരണ 5 സൗജന്യ ATM ഇടപാടുകൾ വരെ അനുവദിക്കും. സേവിങ്സ് അക്കൗണ്ട് സൗജന്യ ഇടപാട് പരിധിയിൽ മാറ്റമില്ല. GST ബാധകമാകുന്നതിനാൽ 23 രൂപയ്ക്ക് പുറമെ അധിക നികുതിയും നൽകേണ്ടി വരും. സൗജന്യ പരിധി കവിഞ്ഞതിന് ശേഷം മാത്രമേ പണം ഈടാക്കൂ എന്നും സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായിരിക്കുമെന്നും ചില ബാങ്കുകൾ അറിയിച്ചിട്ടുണ്ട്. വിവിധ ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ടുകൾ കൈവശമുള്ളവർക്ക് അധികമായി നൽകുന്ന സൗജന്യ ഇടപാട് പരിധികളിൽ നിയന്ത്രണങ്ങളോ മാറ്റങ്ങളോ ഉണ്ടാകില്ല. പണം പിൻവലിക്കുന്നതിനുള്ള സൗജന്യ പരിധി കഴിഞ്ഞാൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കും. 2022 മുതലാണ് ഇങ്ങനൊരു ചാർജ് ബാധകമാക്കി തുടങ്ങിയത്. ഏതൊക്കെ ബാങ്കുകളാണ് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? HDFC ബാങ്ക്, SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയെല്ലാം അധിക നിരക്ക് വർധനയുടെ മുന്നറിയിപ്പ് ഉപഭോക്താക്കൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ നൽകുന്നുണ്ട്. HDFC വിജ്ഞാപനം അനുസരിച്ച് ATMകളിൽ നടത്തുന്ന ഇടപാടുകൾക്ക് മാത്രമേ അധിക നിരക്കുകൾ ബാധകമാകൂ. ബാലൻസ് അന്വേഷണം, മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ, പിൻമാറ്റം തുടങ്ങിയ സാമ്പത്തികേതര ഇടപാടുകൾക്ക് ഫീസ് ബാധകമല്ല. പണം പിൻവലിക്കുന്നതിനും ബാലൻസ് എൻക്വയറി പോലുള്ള സേവനങ്ങൾക്കും ചാർജ് ഈടാക്കും. പഞ്ചാബ് നാഷണൽ ബാങ്ക് സൗജന്യ പരിധി കഴിഞ്ഞുള്ള ഇടപാടുകൾക്ക് 23 രൂപ അധികം ഈടാക്കുമെന്ന് ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. ATMകളിലെ സൗജന്യ ഇടപാടുകൾ കഴിഞ്ഞാൽ ഒരു ഇടപാടിന് 23 രൂപ ഈടാക്കും. സാമ്പത്തികേതര ഇടപാടിന് 11 രൂപയാണ് ഈടാക്കുക. GSTക്ക് പുറമെയാണിത്. ഇൻഡസിൻഡ് ബാങ്ക് ഇതര ATMകളിൽ നിന്ന് സൗജന്യ പരിധിക്കപ്പുറം നടത്തുന്ന ATM പിൻവലിക്കലുകൾക്ക് 23 രൂപ ഈടാക്കുമെന്ന് ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ സേവിംഗ്, സാലറി, കറണ്ട് അക്കൗണ്ട് ഉപഭോക്താക്കൾക്കും സൗജന്യ പരിധിക്ക് അപ്പുറം നടത്തുന്ന ATM പിൻവലിക്കലുകൾക്ക് ഈ തുക ബാധകമാകും. 2025 മെയ് 1 മുതലാണ് തുക ഈടാക്കുന്നത്.